ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്പൈസി ബ്രിഡ്ജ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ദം ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഫുൾ മുറ്റത്താണ് ഉണ്ടാക്കുന്നത്. മുറ്റത്ത് അടുപ്പിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉമ്മച്ചിൻ്റെ റെസിപ്പിയാണ്, എൻ്റെ ഉമ്മൻ്റെ റെസിപ്പി. അപ്പോൾ ഉമ്മച്ചി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പൊക്കെ കത്തിച്ച് അതിലേക്ക് ഒരു ചെമ്പെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഇട്ടിട്ട് കുറച്ച് ഉള്ളിയും ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് കല്ലുപ്പും അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് നല്ലോണം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ നല്ലോണം കേക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. കുറച്ച് ഇളക്കിയതിന് ശേഷം ഈ ബീഫ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടിച്ചിടാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ കുറച്ച് നാരങ്ങ നീര് ഇട്ടിച്ചു കൊടുക്കാം. ഇത് ബീഫ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം കുറച്ച് പനിനീരിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഞങ്ങൾ ഇതിലേക്ക് ഇടാൻ കറിവേപ്പ് പറിക്കാൻ ഒന്ന് പോയതാണ്. ഉമ്മച്ചി കറിവേപ്പൊക്കെ പറിച്ച് നല്ലോണം കേക്കിയിട്ട് ചെമ്പിലേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് അടിച്ച് വെച്ച് തുറന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് അരിച്ചതും പച്ചമുളക് അരിച്ചതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിച്ചതും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് തക്കാളിയും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഉമ്മച്ചിക്ക് ബിരിയാണി മസാല കുറച്ച് കുറഞ്ഞു തോന്നിയിട്ട് പിന്നെ ഇടുന്നുണ്ട്. ഒന്ന് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടിച്ച് വെച്ചാൽ മതി. പിന്നെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടിച്ചു വയ്ക്കാം. ഇത് എടുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി ചോറിനുള്ളതാക്കാം. അതിന് വേണ്ടി അരി എടുത്ത് നല്ലപോലെ ഒന്ന് കേക്കെടുക്കാം. അപ്പോൾ അത് അരിയൊക്കെ നല്ലപോലെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേറെ ഒരു ചെമ്പെടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉള്ളി എടുത്ത് ഇടാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ഉള്ളിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് എടുത്തിടാം. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിഞ്ഞതിന് ശേഷം ഒന്ന് നല്ലപോലെ കോരിയെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കിസ്മിസും കറിവേപ്പിലയും ഒന്ന് പൊരിച്ചെടുക്കാം. അതിനുശേഷം ഇതേ ചെമ്പിലേക്ക് തന്നെ നമ്മൾ കേക്ക് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചു വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും ഇടാം. നെയ്യിട്ടതിന് ശേഷം നമുക്ക് അരി വേവുന്നവരെ ഒന്ന് അടിച്ചിടാം. ഇതാ നമ്മൾ വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഒന്ന് അടിച്ചിടാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോറും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ദമ്മിടാറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഒന്ന് പുറത്തെടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. പകുതിയോളം ചോറെടുത്തിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം അടുത്ത ലെയർ ചോറ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത ലെയറും ചോറിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗാർണിഷിന് വേണ്ടി ഇതൊന്ന് വിതറിയിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും വിതറിയിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും. എന്നിട്ട് നമുക്കൊരു പാത്രം കമഴ്ത്തി വെക്കണം അതിൻ്റെ മുകളിലായിട്ട്. എന്നിട്ട് ഒരു മൂടി വെച്ച് അതൊന്ന് മൂടിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കരി എടുത്തിടാം.
എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരളോ അമ്മിയോ അങ്ങനെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം ഞാനിവിടെ ചെറിയൊരു ചിക്കൻ പൊരിക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളന്നപ്പോൾ പൊരിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. അപ്പോൾ ദം പൊട്ടിക്കാനുള്ള ടൈമായി. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ചോറ് മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കാം. മസാല ആ ചെമ്പിൽ തന്നെ വെച്ചിട്ട് ചോറ് മാത്രം മറ്റേതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.